ഇതെൻ്റെ യാത്രാ ജേണൽ. ഞാൻ കണ്ട സ്ഥലങ്ങളിൽ നിന്നുള്ള നിമിഷങ്ങളുടെയും ഓർമ്മകളുടെയും ചിന്തകളുടെയും ഒരു ശേഖരം. ഓരോ യാത്രയും ആദ്യ ചുവട് വയ്ക്കുന്നതിന് വളരെ മുൻപേ തന്നെ ആരംഭിക്കുന്നു. ചിലപ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് ഒരു നിശബ്ദ പ്രേരണയോടെ ആരംഭിക്കുന്നു. രക്ഷപ്പെടാനല്ല, കണ്ടെത്താനുമല്ല, പോകൂ എന്ന് പറയുന്ന ഒരു ഉൾവിളി. ഈ ജേണൽ ആ ഉൾവിളിയുടെ ആഘോഷമാണ്. ഈ താളുകളിലൂടെ എൻ്റെ യാത്രകളുടെ ചില ഭാഗങ്ങൾ പകർത്തിയിട്ടുണ്ട്. ചിലത് ഗംഭീരവും ചിലത് നിശബ്ദവും, എല്ലാം അർത്ഥവത്തായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ലക്ഷ്യസ്ഥാനങ്ങളുടെയോ ചെയ്യേണ്ട കാര്യങ്ങളുടെയോ ഒരു പട്ടികയല്ല. ഓരോ യാത്രയും എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് ഞാൻ പകർത്തിയ ആഴത്തിലുള്ള വ്യക്തിപരമായ ഇടമാണിത്. ഈ ഓർമ്മ പുസ്തകത്തിൽ എൻ്റെ യാത്രാ ഓർമ്മകളെ സൂക്ഷിക്കുന്നു. അസംസ്കൃതവും യഥാർത്ഥവും തികച്ചും വ്യക്തിപരവും. കംബോഡിയയുടെ ശാന്തത, പാരീസിൻ്റെ പ്രകാശം, ലണ്ടൻ സ്വപ്നങ്ങൾ, റോമിൻ്റെ ചരിത്രം, സ്വിറ്റ്സർലൻഡിൻ്റെ മഞ്ഞുപാതകൾ, ലക്ഷദ്വീപിലെ കടൽ തീരങ്ങൾ, ബെൽജിയത്തിലെ ചോക്ലേറ്റ് മധുരം, വത്തിക്കാനിലെ ആത്മീയത, വെനീസിലെ നീർവഴികൾ, ഫ്ലോറൻസിലെ കലാരൂപങ്ങൾ, കസക്കിസ്ഥാനും അസർബൈജാനും വരെ നീളുന്ന നീണ്ട സഞ്ചാരപഥങ്ങൾ. കംബോഡിയയുടെ പുരാതന ക്ഷേത്രങ്ങളിൽ സമയം നിലയ്ക്കുന്നത് പോലെ തോന്നി. എന്തൊരു ശാന്തത, ആത്മാവിനെ സ്പർശിക്കുന്നത് പോലെ. റോമിലെ ഓരോ കല്ലിലും ചരിത്ര കഥകൾ. ഐഫൽ ടവറിന് മുകളിൽ നിന്നേറ്റ കാറ്റ്, ലോകത്തിലെ മുഴുവൻ നീലയും ചാലിച്ച ലക്ഷദ്വീപിലെ കടൽ, വെനീസിലെ ഇടനാഴികൾ, ബാലിയിലെ പർവ്വതമുകളിലെ സൂര്യോദയം, ശ്വാസം നിലച്ച കംബോഡിയയിലെ കില്ലിംഗ് ഫീൽഡുകൾ, അസ്താനയിലെ ഗ്രാൻഡ് മോസ്കിൻ്റെ വാസ്തുവിദ്യാ ചാരുത, പിസയിലെ ചരിഞ്ഞ ഗോപുരം. ഇത് എൻ്റെ യാത്രാവഴിയിലെ ഓർമ്മച്ചിത്രങ്ങൾ. ജീവിതം ഒരു സിനിമയാണെന്ന് തോന്നി. യാത്രയുടെ മാന്ത്രിക കാഴ്ചകൾ മാത്രമല്ല, ഞാൻ കണ്ടുമുട്ടിയ ആളുകൾ, പ്രാദേശിക വിഭവങ്ങൾ, ജീവിത രീതികൾ, ആചാരങ്ങൾ, കാഴ്ചകൾ അവിസ്മരണീയമാക്കിയ അപ്രതീക്ഷിത നിമിഷങ്ങൾ, ഇവയെല്ലാം സംരക്ഷിക്കാനുള്ള എൻ്റെ മാർഗമാണ് ഈ ഓർമ്മ പുസ്തകം. ഞാൻ എവിടെയെല്ലാം പോയി എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ആ സ്ഥലങ്ങൾ എനിക്ക് എന്താണ് അർത്ഥമാക്കിയത് എന്നതിലാണ്. യാത്രകൾക്ക് ഒരു അവസാനവുമില്ല. ഓരോ യാത്രയും എനിക്ക് പുതിയ അനുഭവമാണ്.